കക്കയം റിസർവോയറിന് സമീപത്തെ കൃഷിയിടത്തിൽ വെച്ച് വൈകിട്ട് 3 മണിയോടെയാണ് എബ്രഹാമിനെ കാട്ടുപോത്ത് ആക്രമിച്ചത്. തോൾഭാഗത്ത് ആഴത്തിലുള്ള മുറിവുണ്ടായി. നാട്ടുകാർ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നിയമം മാറ്റിയിടണം. ഇത് ആര് കേട്ടാലും വേണ്ടി, ഏത് കോടതി കേട്ടാലും നിയമം മാറ്റിയിടണം. വന്യമൃഗങ്ങളെ കാട്ടിറങ്ങാൻ വെടിവെക്കാനുള്ള അനുമതി വേണം. അല്ലെങ്കിൽ സർക്കാർ കള്ളി ചെയ്യണം. എണ്ണം വരുമ്പോൾ നിയന്ത്രണമായി വേട്ടനടത്തി ഇല്ലായ്മ ചെയ്യണം. ഇതിങ്ങനെ എല്ലാ ആഴ്ചയും ഇങ്ങനെ മനുഷ്യന് ചാവെടുത്ത് പോകും ആളുകൾ ഓരോ നാട്ടിൽ നിന്ന്. ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? അല്ലെ ഞങ്ങളെ വിളിച്ചോല്ലേ? കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എബ്രഹാമിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനെടുത്തപ്പോൾ നാട്ടുകാർ ഒന്നടങ്കം പ്രതിഷേധിച്ചു. കാട്ടുപോത്തിനെ വെടിവെക്കാൻ ഉത്തരവിടുമെന്ന് കളക്ടർ ഉറപ്പു നൽകിയതിനെ തുടർന്ന് ഒടുവിൽ പ്രതിഷേധം അവസാനിപ്പിച്ചു. കലക്ടർ വന്ന് ഈ കാട്ടുപോത്തിനെ കൊല്ലാൻ ഉത്തരവിടാൻ ഞങ്ങൾ മാറില്ല. ഞങ്ങൾ സമ്മതിക്കില്ല ഇവിടെ കൊണ്ടുപോകാൻ. എത്ര മനുഷ്യജീവനാ പോകുന്നത്? അദ്ദേഹത്തിന്റെ കൃഷിഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി പോയ ആളുകളാ. 1, 2, 3 അല്ല. ഇത് പഞ്ചായത്ത് പ്രസിഡന്റ് കുരാച്ചുകൊണ്ടല്ലേ ചോദിക്കണം. രേഖാമൂലം കലക്ടർ കൊടുത്തവർക്കില്ല. അതുകൊണ്ട് കലക്ടർ വന്ന് ആ കാട്ടുപോത്തിനെ വധിക്കാൻ ഉത്തരവിടണം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കുരാച്ചിന്റെ ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു. കോഴിക്കോട് മാവൂർ റോഡ് ഉപരോധിച്ച യൂത്ത് ലീഗ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. കുരാച്ചുണ്ടിലും കക്കയത്തും കാട്ടുപോത്ത് തുടർച്ചയായി ആക്രമണം നടത്തിയിട്ടും വനം വകുപ്പ് ഒന്നും ചെയ്യുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. 2 ആഴ്ച മുൻപ് ഇന്ന് എബ്രഹാം കൊല്ലപ്പെട്ട ഡാം പരിസരത്ത് വിനോദസഞ്ചാരികളെ കാട്ടുപോത്ത് ആക്രമിച്ചിരുന്നു. കാട്ടുപോത്തിനെ വെടിവെക്കാൻ ഉത്തരവിടണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ കളക്ടർക്ക് അന്നേ കത്ത് നൽകിയിരുന്നെങ്കിലും നടപടിയുണ്ടായില്ല. പ്രദേശത്ത് കാട്ടാനശല്യവും രൂക്ഷമാണ്. നാളെ കുരാച്ചുണ്ട് പഞ്ചായത്തിൽ UDFും LDFും ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. എബ്രഹാമിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ളവ ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കുമെന്ന് UDF നേതാക്കൾ അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.